ഹേ ഗായ്സ്, അപ്പോൾ നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. നമ്മൾ ഇന്ന് ഒരു വീടിന്റെ പിന്നാമ്പുറ കാഴ്ചകളാണ് കാണാൻ പോകുന്നത്. അതായത് ഒരു വീട് പണി തീരണേക്കാൾ മുന്നേ അവിടെ ആ വീടിന്റെ ഓണേഴ്സ് കഷ്ടപ്പെടുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മളിന്ന് കാണാൻ പോകും. നമ്മളെല്ലാവരും ഒരു വീട് കാണുമ്പോൾ ഇങ്ങനെ നല്ല ഭംഗിയുണ്ട് എന്ന് പറയും. പക്ഷെ അതിന്റെ ബാക്കിത്തെ വർക്ക് ആരും അറിയില്ല. കണ്ടില്ലേ, വീടിന്റെ ഉടമസ്ഥനാണ് ഈ പണിയെടുക്കണേ. ദുബായിൽ നിന്ന് വന്നേക്കുക പെണ്ണ് കേട്ടാനും അതേപോലെ മെറ്റൽ വാരിയിടാനും. ആ മനസ്സുണ്ടോ? പണവും ബടാപവും നമുക്കുണ്ടിനാ, സൈറ്റുണ്ടല്ലോ സൈറ്റിൽ പണിയുണ്ടല്ലോ, വാശമുണ്ടിന്റെ പൊടിയാവാ. ഞാൻ ഇപ്പൊ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോണത് നാളെ താമസം അല്ല മറ്റന്നാ താമസം തുടങ്ങണ്ടേ. അത് മാത്രല്ല അടുത്ത തിങ്കളാഴ്ച ഒരു കല്യാണം നടക്കാൻ പോണ ഒരു വീടാണ്. കണ്ടാ പറയൂ, പക്ഷെ അങ്ങനെ നടക്കും, അതാണ് വിശ്വാസം. അതൊക്കെയാണല്ലോ എല്ലാം. അങ്ങനെയാണല്ലോ. കണ്ടില്ലേ ഗൈസ്, ഇവിടെ അപ്പോക്സി ഇടണുള്ളൂ ഒരു റൂമിൽ. അത് കിച്ചണിൽ അപ്പോക്സി ഇടണുള്ളൂ. പക്ഷെ ഇവിടെയൊക്കെ അപ്പോക്സി ഇട്ടതാണ്. പക്ഷെ കൊല്ലം കണ്ടില്ലേ, മറ്റന്നാ ഇവിടെ താമസം തുടങ്ങാനുള്ളതാ. എന്താരോ മഹാനു പാവുലു. വീടിന്റെ ഗൃഹനാഥൻ എന്ന നിലയ്ക്ക് ഈ സന്ദർഭത്തെ പറ്റി എന്താ പറയാനുള്ളത്? It was at this moment he knew he fucked up. നല്ല സന്തോഷമുണ്ട് ഇപ്പൊ. അങ്ങനെ പറഞ്ഞാ നല്ല വീടൊക്കെ ഇപ്പൊ നല്ലൊരു സന്തോഷം. പക്ഷെ കയറി താമസിക്കാൻ പറ്റണില്ലല്ലോ. പറ്റില്ല, എപ്പോഴേലൊക്കെ പറ്റില്ലോ. പക്ഷെ ഈ വീട്ടിക്ക് നാളെ നമ്മള് താമസിക്കാനുള്ളതാ. റെഡിയാക്കും. പെട്ടെന്ന് തീർത്താൽ ഉടനെ അടുത്ത പണി തരാം. തീരുമ്പ പണി തരാൻ ഞാൻ എന്താ കുപ്പിന്ന് വന്ന ഭൂത. ഗൈസ്, സമയം ഇപ്പോ 12:40 കഴിഞ്ഞു. ഞങ്ങൾ സ്റ്റിൽ ഞങ്ങളുടെ പുതിയ വീട്ടില് ക്ലീനിങ്ങിലാണ്. ഗൈസ്, ഇതൊക്കെയാണ് പിന്നാമ്പുറ കാഴ്ചകൾ. അതായത് നമ്മുടെ വീടിന്റെ പിന്നീത്തെ അവസ്ഥ കണ്ടില്ലേ. ഇനി പാതിരാത്രിക്കും സ്വന്തം വീടിന്റെ ജനല തൂത്തു വൃത്തിയാക്കുന്ന എൻ്റെ ചേട്ടൻ ദുബായിൽ നിന്ന് വന്നതാ. പാവം. കണ്ണും കണ്ടൂടാ ഇവനെ വിധിയാവില്ലേ. കേരള ഫയർഫോഴ്സിനും ഇവിടുത്തെ നാട്ടുകാർക്കും മണവാളാൻ സൽസിന്റെ പേരിലും എന്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തിക്കൊള്ളുന്നു.